ായ വിശ്വാസം അധികം മഹത്വമുള്ളതായി തീർന്നു എന്ന് ഗ്രഹിക്കാവുന്നതാണ്. 19-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്നും 119-ാം സങ്കീർത്തനം 72-ാം വാക്യത്തിൽ 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായുന്നുള്ള പ്രമാണം എനിക്ക് ഉത്തമമെന്നും 127-ാം വാക്യത്തിൽ അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു എന്നും സദൃശവാക്യം 8-ാം അധ്യായം 10-ഉം 11-ഉം വാക്യത്തിൽ വെള്ളിയേക്കാൾ എന്റെ പ്രബോധനം മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ, ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല എന്നും ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിന്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരക്തമോ ഒന്നും അതിനോട് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുക്കാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയോ വേണ്ട എന്നാണ് അവിടെ നാം കാണുന്നത്. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല എന്നും നാം കാണുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ കൽപ്പനകൾ എത്ര വിലയേറിയതാണെന്നോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ പൊന്ന് തീയിൽ കൂടി കടന്നുപോയതായി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഈ പൊന്നത്രേ ലവോദിക്ക വില കൊടുത്തു വാങ്ങേണ്ടത്. സ്തോത്രം. ലവോദിക്ക എന്ന നാമകരണം ഇന്നത്തെ പെന്തക്കോസ്തിൻ്റെ നാമകരണമാണ്. ലവോദിക്ക കാരണം എന്താ? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. ആ ശീതോഷ്ണവാനായ ആ സഭയുടെ നാമകരണമാണ് ലവോദിക്ക. അതാണ് 7-ാമത്തെ കാലഘട്ടത്തിലുള്ള സഭയുടെ നാമകരണം ലവോദിക്ക. ഇന്ന് ലവോദിക്കയിൽ വന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. കാരണം എന്തോ? ഉഷ്ണവാനല്ല ശീതവാനുമല്ല, അവിശ്വാസിയുമല്ല വിശ്വാസിയുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന ശീതോഷ്ണവാൻ. സ്വത്രം ആ നിലയിൽ വന്നിരിക്കുകയാണ്. ഈ പൊന്നത്രേ ലവോദിക്ക വില കൊടുത്തു കർത്താവിൽ നിന്ന് വാങ്ങേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശമായി പൊന്ന് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലായി വലിയ പോരാട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ അത് യഥാർത്ഥമായി അംഗീകരിക്കുന്നത് വരെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരൊറ്റ പെന്തക്കോസ്ത് സഭകളും ഇന്ന് ഞങ്ങൾ സ്വർഗത്തിൽ എത്തുകയില്ലെന്ന് ആരും പറയില്ല. ലവോദിക്കയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. ലോകത്തിൽ